പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, വചനവിസ്മയം 21-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അമലോത്ഭവ തിരുനാളും സ്നാപക യോഹന്നാൻ്റെ ജനന തിരുനാളും ഒരുമിച്ച് വരുന്ന ഈ ഞായറാഴ്ച, ഈ അനുഗ്രഹീത ദിനത്തിൽ നമ്മുടെ ധ്യാനത്തിനായി നൽകപ്പെട്ടിട്ടുള്ള തിരുവചന ഭാഗം ലൂക്ക 1:46 മുതൽ 76 വരെയുള്ള വാക്യങ്ങൾ. സഭയിൽ വിശുദ്ധരുടെ തിരുനാളുകൾ ഓർമ്മ പെരുന്നാളുകളായി നാം ആഘോഷിക്കാറുള്ളത് അവരുടെ മരണദിവസത്തെ അനുസ്മരിച്ചുകൊണ്ടാണ്. എന്നാൽ പരിശുദ്ധ മറിയത്തിൻ്റെയും സ്നാപക യോഹന്നാൻ്റെയും ജനന തിരുനാളാണ് നാം ആഘോഷിക്കുന്നത്. കാരണം സ്നാപക യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഉത്ഭവ പാപം കൂടാതെ ജനിച്ചവനും യേശുവിൻ്റെ വരവിന് വഴിയൊരുക്കിയവനുമാണ്. പരിശുദ്ധ കന്യകമറിയമാകട്ടെ ഉത്ഭവ പാപം കൂടാതെ ജനിച്ചവളും ദൈവപുത്രന് ജന്മം നൽകിയവളുമാണ്. പരിശുദ്ധ അമ്മയുടെ ജനനത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. 1854 ഡിസംബർ 8 പരിശുദ്ധ പിയൂസ് 9 മാർപ്പാപ്പയാണ് ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തിൻ്റെ അമലോത്ഭവ രഹസ്യം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. ദൈവമാതാവായ പരിശുദ്ധ കന്യക ആദിമാതാപിതാക്കളുടെ പാപത്തിൻ്റെ പരിണിത ഫലമായുണ്ടായ പാപക്കറ തീണ്ടാതെയാണ് ജനിച്ചത് എന്നതാണ് ഇതർത്ഥമാക്കുന്നത്. അതായത് മറിയം ഉത്ഭവ പാപം കൂടാതെയാണ് ജനിച്ചത്. മറിയം അമലോത്ഭവയാണെന്ന സത്യം മനസ്സിലാക്കാൻ 3 കാര്യങ്ങൾ നമ്മെ സഹായിക്കും. 1, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കാളിയാകാൻ ദൈവത്താൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്ത്രീയാണ് മറിയം. ഉൽപ്പത്തി 3:15. 2, കർത്താവ് കൂടെയുള്ളവളും കൃപ നിറഞ്ഞവളുമാണ് മറിയം. 3, മറിയത്തിൻ്റെ അമ്മ ഉദരത്തിൽ വെച്ച് തന്നെ അവളെ ദൈവത്തിനായി സമർപ്പിച്ചു എന്നും ശിശു ജനിച്ചപ്പോൾ പെൺകുഞ്ഞാണെന്നറിഞ്ഞിട്ടും ദൈവമേ, ഇവളെ ഞാൻ അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു, ഇവളെയും ഇവളുടെ സന്തതി പരമ്പരയെയും സാത്താൻ്റെ കെണികളിൽ നിന്നും കാത്തുകൊള്ളണം എന്നു പറഞ്ഞ് വിശുദ്ധ അന്നമ്മ മറിയത്തെ ദൈവത്തിനായി സമർപ്പിച്ചു എന്നുമാണ് ഖുറാനിൽ പറയുന്നത്. അതായത് മറിയം പാപക്കറ തീണ്ടാതെ ജനിച്ച അമലോത്ഭവയാണ്. അവൾ ദൈവ തിരുമനസ്സിനു വിധേയപ്പെട്ട് നിർമ്മല കന്യകയായി അവസാനം വരെ പാപം കൂടാതെ ജീവിക്കുകയും ചെയ്തു. അതിനാൽ അവളുടെ മരണസമയത്ത് ദൈവം അവളെ ശരീരത്തോടുകൂടെ സ്വർഗത്തിലേക്കുയർത്തി. ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് ധ്യാനവിഷയമാക്കാം. ലൂക്ക 1:44 മുതൽ 76 വരെയുള്ള വാക്യങ്ങൾ. മറിയത്തിൻ്റെ സ്തോത്രഗീതവും സ്നാപക യോഹന്നാൻ്റെ ജനനവും സക്കറിയായുടെ പ്രവചന ഗീതവുമാണ് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ഉള്ളടക്കം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. മറിയത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞ രക്ഷയുടെ ആനന്ദമാണ് ഈ സ്തോത്രഗീതത്തിൽ നമുക്ക് ദർശിക്കാനാവുക. മറിയം ആത്മാവിനാൽ പ്രേരിതയായി ദൈവം ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. അവിടുന്ന് ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു.
നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനമനുസരിച്ച് തന്നെ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി നിലകൊള്ളുന്ന ദൈവ മനുഷ്യ ഉടമ്പടി, പ്രത്യേകിച്ച് അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത ഉടമ്പടി വാഗ്ദാനവും അനുസ്മരിച്ച് അതുവഴി ദൈവം തൻ്റെ ജനത്തോട് കാട്ടിയ കാരുണ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് മറിയം ദൈവത്തെ സ്തുതിച്ചു പാടിയത്. അബ്രഹാത്തോട് ദൈവം ചെയ്ത ഉടമ്പടി വാഗ്ദാനം യേശുവിലൂടെയാണല്ലോ പൂർത്തിയാക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ ഈ രക്ഷാകര ഇടപെടലിന് ദൈവം എളിയവളായ തന്നെയും ഉപകരണമാക്കുന്നു എന്നതിൽ നിന്നുളവാകുന്ന ആത്മീയ ആനന്ദവും നന്ദിയും, അതോടൊപ്പം തൻ്റെ പുത്രനിലൂടെ ദൈവം മനുഷ്യകുലത്തോട് കാട്ടുന്ന കരുണയുമാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിനടിസ്ഥാനം. രക്ഷകനായ ദൈവത്തിൻ്റെ നാമവും പരിശുദ്ധിയും ശക്തിയും കരുണയുമെല്ലാം വിശ്വസിച്ചേറ്റുപറഞ്ഞ് ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രം പാടുന്നത് നമുക്കും മനുഷ്യകുലത്തിന് മുഴുവനും അനുഗ്രഹ കാരണമാകുമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. സമുദ്രത്തിലെ ജലം നീരാവിയായി ഉയർന്നു കഴിയുമ്പോൾ അത് മഴയായി പെയ്തിറങ്ങി ഭൂതലം മുഴുവൻ നനയ്ക്കുന്നത് പോലെയാണ് രക്ഷകനായ ദൈവത്തിൻ്റെ നാമവും പരിശുദ്ധിയും ശക്തിയും കരുണയുമെല്ലാം വിശ്വസിച്ചേറ്റുപറഞ്ഞ് ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രം പാടുക വഴി മനുഷ്യകുലത്തിനും ലോകത്തിനു മുഴുവനും കൈവരുന്ന അനുഗ്രഹം. ഇത് ദൈവചൈതന്യം നമുക്ക് ചുറ്റും പ്രസരിപ്പിക്കുന്നതിനും തിന്മയുടെ ആധിപത്യത്തെ തകർത്ത് ദൈവത്തിൻ്റെ പരമാധിപത്യം സ്ഥാപിക്കുന്നതിനും ഇടയാക്കും. പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തെയും അവിടുത്തെ പ്രവൃത്തികളെയും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിധി പോലെ സൂക്ഷിച്ച് നിരന്തരം ധ്യാനിച്ച് രക്ഷയുടെ അനുഭവത്തിൽ വളരുന്നവർക്ക് മാത്രമേ ഇപ്രകാരം ആനന്ദത്തോടെ ദൈവത്തിന് സ്തോത്രഗീതം പാടാൻ സാധിക്കുകയുള്ളൂ. സ്ത്രീകളിൽ അനുഗ്രഹീതയും ഭാഗ്യവതിയുമായ നമ്മുടെ അമ്മയുടെ അമലോത്ഭവ തിരുനാളിൻ്റെ ഈ ദിനത്തിൽ അമ്മയുടെ ഈ മാതൃക നമുക്കും സ്വന്തമാക്കാം. അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് കോട്ടയാകട്ടെ. അമ്മയോട് ചേർന്ന് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സാത്താൻ്റെ കോട്ടകളെ തകർക്കുകയും ചെയ്യാം. രക്ഷകൻ്റെ വരവിന് വഴിയൊരുക്കിയ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചാണ് 57 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ശിശു ജനിച്ച് 8-ാം ദിവസം പരിച്ഛേദന കർമ്മം നടത്താനായി വന്നപ്പോൾ അയൽക്കാരും ബന്ധുക്കളും പിതാവിൻ്റെ പേരനുസരിച്ച് സക്കറിയ എന്ന പേരു നൽകാൻ ആഗ്രഹിച്ചു. അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണമെന്ന് എലിസബത്ത് പറഞ്ഞപ്പോൾ അവർ സക്കറിയായോട് ആംഗ്യം കാണിച്ചു ചോദിച്ചു. സക്കറിയ എഴുത്തുപലക വരുത്തി ശിശുവിന് യോഹന്നാൻ എന്ന നാമം നൽകണമെന്ന് എഴുതി കാണിച്ചു. ഉടനെ അവൻ്റെ നാവ് സ്വതന്ത്രമായി, അവൻ്റെ വായ് തുറക്കപ്പെട്ടു. ദൈവ തിരുഹിതമനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ സക്കറിയ അനുഗ്രഹീതനായി. ആത്മാഭിഷേകത്തോടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സക്കറിയ പ്രവചിച്ചു. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു. തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. ഇത് ആദ്യം മുതൽ തൻ്റെ പ്രവാചകന്മാർ വഴി മുന്നറിയിച്ചതനുസരിച്ചാണ്. 1:67 മുതൽ 69 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ്റെ ദൗത്യമെന്തെന്നും സക്കറിയായുടെ പ്രവചനഗീതത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പേ നീ പോകും. അത് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ്. ലൂക്ക 1:77 മുതൽ 79 വരെയുള്ള വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, ഈ തിരുവചന ഭാഗങ്ങൾ നിരന്തരം മനനം ചെയ്ത് വചന സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ധ്യാനിച്ച് മറിയത്തിൻ്റെയും സ്നാപക യോഹന്നാൻ്റെയും
സക്കറിയായുടെയും മാതൃകകൾ അനുകരിച്ച് രക്ഷകന് വഴിയൊരുക്കുകയും രക്ഷകനെ ലോകത്തിന് നൽകുകയും ചെയ്യാൻ നമുക്കും ആഗ്രഹിച്ച് പരിശ്രമിക്കാം. രണ്ട് മഹത് വ്യക്തികളുടെ തിരുനാളുകൾ ഒരുമിച്ചു വരുന്ന ഈ അനുഗ്രഹീത ദിനത്തിൻ്റെ അനുഗ്രഹ പ്രവാഹം നമ്മിലും സഭ മുഴുവനിലും ലോകം മുഴുവനിലും നിറയാൻ സർവശക്തൻ നമ്മെ സഹായിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.